ഈ ധനസമ്മതിലേക്ക് വേണ്ടി സുമോ ഇതൊരു തരം ബെറ്റിംഗ് ആപ്പുകാർക്ക് ചാകരയാവുന്നൊരു സിറ്റുവേഷനാണ്. 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആർക്കും ഒരു കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് സംസ്ഥാനത്തെ ഭരണം തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു. തെരുവിൽ മുദ്രാവാക്യങ്ങൾ വിളിയും പ്രതിഷേധവും ഉയരുന്നു. കോൺഗ്രസിന്റെ തന്നെ ആളുകളുടെ ഒരു മൊറയിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. ഇതൊന്നും ഹൈക്കമാൻഡ് കാണുന്നില്ല എന്നാണ്. ഹൈക്കമാൻഡിന് ഒന്നും കാണാതിരിക്കാൻ കഴിയില്ല അജിംസ്. കാരണം 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 3 സംസ്ഥാനങ്ങളും ഇതിനകം തന്നെ മുഖ്യമന്ത്രിമാരായി മന്ത്രിമാരായി അവിടെ സത്യപ്രതിജ്ഞകൾ കഴിഞ്ഞു. ഇത് BJP നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു കഴിവുകേടെന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. കാര്യം കോൺഗ്രസിന് ഒരു രാജ്യത്തോടോ വികസനത്തോടോ അല്ല താല്പര്യം. അവർക്ക് തമ്മിലടിയാണ്, ഉൾപ്പോരുകളാണ്. ആരാണ് മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാൻ പോലും കഴിയാത്തവർക്ക് രാജ്യത്തെ എങ്ങനെ നയിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ IT സെല്ലിലെ മേധാവി അമിത് മാളവ്യ വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇത് വളരെ ഈ വിമർശനങ്ങൾ കോൺഗ്രസിന് വളരെയധികം അപമാനത്തിനിടയാക്കിയിട്ടുണ്ട്. അത് വിമർശനമുണ്ട്. പക്ഷേ ഇപ്പോഴും ഉണ്ടാവുന്ന യഥാർത്ഥ ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം അംഗസംഖ്യ നോക്കി അവരെ ആളെ നേതാവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചിരിക്കുന്നത് KC വേണുഗോപാലിനെ തന്നെയാണ്. പക്ഷേ KC വേണുഗോപാലിനെ പിന്തുണക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നം അവിടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളോട് സഹകരിക്കില്ല എന്നുള്ള ഒരു കർശനമായ ഘടകകക്ഷികളുടെ നിർദ്ദേശമാണ്. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്കയുണ്ട്. രണ്ടാമത്തത് ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ബഹിഷ്കരിക്കുമോ, അല്ലെങ്കിൽ KC വേണുഗോപാൽ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടാകുമോ എന്നുള്ള അത് പരസ്യ പ്രതികരണം തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. കാര്യം ഈ നേതാക്കന്മാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കൂടുതലും ചോദിച്ചത് 3 നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഒരാളെ നിയമിച്ചതിന് ശേഷം ബാക്കി 2 പേരും അല്ലെങ്കിൽ 2 പേരുടെ അണികളും ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ആശങ്ക അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ വളരെ കൃത്യമായിരുന്നു. കേരളത്തിലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ആശങ്ക. അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ KC വേണുഗോപാൽ തന്നെയാണ്. VD സതീശനെയാണ് നിയോഗിക്കുന്നതെങ്കിൽ ആ നിമിഷം പ്രശ്നങ്ങൾ തീരുന്നതാണ്. പക്ഷേ അംഗസംഖ്യ കൂടുതൽ MLA-മാർ കൂടുതലുള്ളത് KC വേണുഗോപാലിൻ്റെ കൂടെ ആയതിനാൽ അദ്ദേഹത്തെ നിയമിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയും ചിന്തയുമാണ് ഈ നേതാക്കന്മാരുമായി പങ്കുവച്ചത്. ഇതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ആ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള റിപ്പോർട്ടല്ല പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ചില രഹസ്യ ഏജൻസികൾ വഴി ഈ കേരളത്തിൽ താഴെത്തട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചും വിശദമായ ഒരു ചർച്ച നടത്തിയിരുന്നു. അവർക്ക് വയനാടിൽ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. കേവലം പ്രിയങ്ക ഗാന്ധിക്കുള്ള തിരിച്ചടി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഇമേജും കേരളത്തിൽ കുറയുന്നു, നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇമേജ് മാത്രമല്ല, തൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഈ അംഗസംഖ്യ കൂടുതലുള്ളവരാണ്, അവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത് പല സംസ്ഥാനങ്ങളിലും പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തി തെരുവിലേക്ക് അണികളുമായിട്ട് ഇറങ്ങിയാൽ പിന്നെ ആ തരത്തിലുള്ള ആ ആൾക്കൂട്ട രീതിക്ക് ഒപ്പം കോൺഗ്രസിന് നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റേതായ രീതിയുണ്ട്. ആ രീതിയിൽ മാത്രം പോയാൽ മതി എന്ന രീതിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായ സമീപനം വേണം എന്നുള്ള കാര്യമാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ആ ആശയക്കുഴപ്പം ഇതുവരെ കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ ആ ആശയക്കുഴപ്പം അവസാനിക്കുകയും കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാകുകയും കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാകുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് കേവലം കേരളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതിപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നമായി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രശ്നം മാറിയിരിക്കുകയാണ്. ശരി, കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു. അസ്ലം, VD സതീശന് അനുകൂല നിലപാടാണല്ലോ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. സോണിയാഗാന്ധി സാദിഖ് അലി തങ്ങളുമായി സംസാരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു. പക്ഷേ ഒരു അടിയന്തര നേതൃയോഗം പാണക്കാട്ട് ചേരും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷവും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലീഗിന് ലഭിച്ചിട്ടില്ല എന്നുകൊണ്ടാണോ അടിയന്തര യോഗം വിളിച്ചത്?